നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്രോഷേ സൺഫ്ലവർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബ്രൗൺ കളറുള്ള യാണ് വേണം, അതേപോലെ ഒരു യെല്ലോ കളറുള്ള യാണും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ട് യാണും കൂടെ ജോയിൻ്റ് ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂഷ്വലി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരൊറ്റ കളറിലാണല്ലോ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നതും കൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ മാജിക് റിംഗ് ഉണ്ടാക്കിയ ഒരു ചെയിൻ 1 ചെയ്തിട്ട് ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ടോട്ടൽ 16 HDC ചെയ്യാൻ പോവാണ്. HDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഹുക്കിലായിട്ട് 3 ലൂപ്സ് ഉണ്ടാവും. ഒന്നും കൂടെ യാൺ ഓവർ ചെയ്താൽ 3 ലൂപ്സിൻ്റെ അകത്ത് കൂടെ നമ്മൾ പുറത്തെടുക്കുക. അതാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 16 എണ്ണം ഞാൻ ചെയ്ത് മാജിക് റിങ് ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ യെല്ലോ യാണിനെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ആ യാണിനെ നമ്മൾ ഇതിലൂടെ ഒന്ന് പുൾ ത്രൂ ചെയ്തിട്ട് ഇതാ ഒരു ചെയിൻ 1 ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു ഹോളിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാൻ പോവാണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. ഹുക്കിൽ വരുന്ന 3 ലൂപ്പിലൂടെയും നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതേ ഹോളിൽ തന്നെ നമ്മൾ അടുത്തത് ഒരു DC ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ എന്തൊക്കെ സ്റ്റിച്ചസാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് ആദ്യം നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു, പിന്നെ ആ ഹോളിൽ തന്നെ DC ചെയ്യുന്നു, പിന്നെ ഒരു ചെയിൻ 2 ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊരു DC ആ സെയിം ഹോളിൽ തന്നെ ചെയ്യുന്നു, ആൻഡ് വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ സെയിം സാധനമാണ് നമ്മൾ ഈ ഒരു പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ ഈ ഒരു റിങ് മൊത്തം നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതാക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പെറ്റലിനെ നമ്മളിതാ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 8 പെറ്റൽസാണ് ഇതിൽ വരിക. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്തു, ഇനി 7 എണ്ണം കൂടെ ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു സൺഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ യാണും കൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഈ എക്സസ് വരുന്ന യാൺസൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ ഫസ്റ്റായിട്ട് ഞാൻ സൺഫ്ലവർ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് നിങ്ങൾക്ക് റെഫറൻസ് കാണിച്ചത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ക്രോഷേ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രോഷേ സൺഫ്ലവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ അതിൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.